നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ വിശ്വാസം കുറവാണെന്ന് തോന്നിയിട്ടുണ്ടോ? മറ്റുള്ളവരെക്കാളും ഞാൻ കുറഞ്ഞതാണ് എന്നുള്ള ഫീലിംഗ് നിങ്ങൾക്ക് വരാറുണ്ടോ? എങ്കിൽ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതിനായി ചെറിയ 5 ശീലങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ചെറിയ ശീലങ്ങൾ വലിയ മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. ഈ ശീലങ്ങൾ നിങ്ങൾ 30 ദിവസം കൃത്യമായിട്ട് പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളിൽ ആ കോൺഫിഡൻസ് ഉണ്ടാവുക തന്നെ ചെയ്യും. എന്തൊക്കെയാണ് ആ ശീലങ്ങൾ എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി, ചെറിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് അത് പൂർത്തിയാക്കുക. സാധാരണ നമ്മൾ ഗോളൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ വലിയ വലിയ ലക്ഷ്യത്തിലേക്കാണ് പോകുന്നത്. അത് നമുക്ക് വേണം, തീർച്ചയായിട്ടും വലിയൊരു ലക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ വേണം. പക്ഷെ വലിയൊരു ലക്ഷ്യം നമ്മൾ അതിനെ സെറ്റ് ചെയ്തിട്ട് അത് പൂർത്തീകരിക്കാൻ പറ്റാതെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മാനസികമായി ക്ഷീണിച്ചു പോകും. ഇത് ഒഴിവാക്കാനായിട്ട് വലിയൊരു ഗോൾ സെറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിലേക്ക് എത്തുന്നതിനായി ചെറിയ ചെറിയ ഗോളുകൾ സെറ്റ് ചെയ്യുക. അത് ഓരോന്നും സമയബന്ധിതമായി പൂർത്തിയാക്കുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. നമുക്ക് നമ്മളോട് തന്നെ പറയാൻ പറ്റും, ഐ ആം കേപ്പബിൾ. അത് നമ്മുടെ ആത്മവിശ്വാസം വളരെയധികം ഉയർത്തും. അപ്പോൾ ചെറിയ ഗോൾ സെറ്റ് ചെയ്ത് അതിനെ പൂർത്തിയാക്കിക്കൊണ്ട് ആത്മവിശ്വാസത്തിലേക്ക് നമുക്ക് നടന്നു നീങ്ങാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ശീലം എന്ന് പറയുന്നത് സ്വയം കാണുക. അതൊരു മിറർ പ്രാക്ടീസ് ആണ്. എല്ലാ ദിവസവും നിങ്ങൾ കണ്ണാടിയിലേക്ക് നോക്കി, മിററിലേക്ക് നോക്കി എന്ത് ചെയ്യുക? പുഞ്ചിരിക്കുക. എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുക, ഞാൻ ആത്മവിശ്വാസമുള്ളവനാണ്, ഞാൻ ആത്മവിശ്വാസമുള്ളവളാണ്. ഓരോ ദിവസവും എന്നിൽ പോസിറ്റീവായ നല്ല മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്ക് ആവർത്തിച്ച് പറയാം. ഇത് മാത്രമല്ല, നിങ്ങൾക്ക് കോൺഫിഡൻസ് തരുന്ന മറ്റെന്തെങ്കിലും സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടെങ്കിൽ, അഫർമേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഈ മിററിൽ നോക്കി പറയാം. ഈ മിററിൽ നോക്കി നമ്മുടെ കണ്ണുകളിലേക്ക് നോക്കി പറയുമ്പോൾ സംഭവിക്കുന്നത് അത് നമ്മുടെ ഉള്ളിലേക്കാണ് പോകുന്നത്. നമ്മളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. നമ്മളിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയും ഒപ്പം ഈ പോസിറ്റീവായിട്ടുള്ള അഫർമേഷൻസ് കൊടുക്കുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് ഉയരുക തന്നെ ചെയ്യും. അപ്പൊ രണ്ടാമത്തെ ശീലമായ സ്വയം കാണുക, ആ മിറർ പ്രാക്ടീസ് നന്നായിട്ട് ചെയ്യുക. മൂന്നാമതായിട്ട് നമ്മൾ ശീലിക്കേണ്ട ഒരു കാര്യം, സെൽഫ് കമ്പാരിസൺ നമ്മൾ സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ എല്ലാ ഒരു കുഴപ്പമാണ് എപ്പോഴും മറ്റുള്ള ആളുകളുമായിട്ട് കമ്പയർ ചെയ്യും. അവർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ, എനിക്കെന്താ പറ്റാത്തത്? അവരാണല്ലോ കുറച്ചുകൂടി നല്ലത്, ഞാൻ കുറച്ച് മോശമാണല്ലോ. പക്ഷെ നമ്മൾ അറിയേണ്ട ഒരു സത്യം, നമ്മളെല്ലാം യുണീക്ക് സോൾസ് ആണ്. നമ്മുടെ എല്ലാം ജേർണി യുണീക്കാണ്. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് മറ്റൊരാളെ പോലെ ആകാൻ സാധിക്കില്ല, നമ്മളെ പോലെ മറ്റൊരാൾക്കും ആകാൻ സാധിക്കത്തില്ല. നമ്മുടെ ആ യുണീക്ക്നെസ് തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ യാത്ര തുടരുമ്പോൾ നമുക്ക് നന്നായിട്ട് തന്നെ കോൺഫിഡൻസോടുകൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. കമ്പയർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല. കമ്പയർ ചെയ്ത് മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ തല കുനിക്കേണ്ട ആവശ്യവും ഇല്ല. നമ്മൾ എപ്പോഴും നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യം, ഐ ആം യുണീക്ക്, ഐ ആം എ യുണീക്ക് സോൾ, മൈ ജേർണി ഈസ് ഓൾസോ യുണീക്ക്. എന്റെ യാത്ര യുണീക്കാണ്, ഞാനൊരു യുണീക്ക് സോളാണ്. ഇത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. നാലാമതായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, ദിവസം ഒരു പുതിയ കാര്യമെങ്കിലും പഠിക്കുക. അതൊരു ഐഡിയ ആവാം, ഒരു ഹാബിറ്റ് ആവാം, എന്തുമാവാം. ഒരു പുതിയ അറിവാവാം, ഒരു നോളജ് ആവാം, ഒരു വിസ്ഡം ആവാം, ഒരു പുതിയ വ്യക്തിയെ പരിചയപ്പെടുന്നതാകാം, ഒരു പുതിയ വ്യക്തിയെ കുറിച്ച് പഠിക്കുന്നതാകാം, എന്തുമാകാം. അങ്ങനെ നമ്മൾ ഒരു പുതിയ കാര്യം, ഒരു ദിവസം ഒരു പുതിയ കാര്യം പഠിക്കുമ്പോൾ, പുതിയ അറിവ് നമ്മളിലേക്ക് എത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോൺഫിഡൻസ് എന്ത് ചെയ്യും? വർദ്ധിക്കുക തന്നെ ചെയ്യും. കാരണം പുതിയ ആശയങ്ങൾ വരുമ്പോൾ, പുതിയ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ എനിക്കും ഇതൊക്കെ ചെയ്യാൻ കഴിയുമല്ലോ, എന്നിലേക്ക് പുതിയ പുതിയ കാര്യങ്ങൾ എത്തുന്നുണ്ടല്ലോ, ഒരു അപ്ഡേഷനും കൂടിയാണത്. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസിനെ വർദ്ധിപ്പിക്കും. അഞ്ചാമതായിട്ട് നമ്മുടെ പോസിറ്റീവ് സെൽഫ് ടോക്ക്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ കടന്നു പോകുന്ന ഓരോ നിമിഷവും നമ്മളോട് സംസാരിക്കാറുണ്ട്. അത് ഏത് രീതിയിലാണ് നമ്മൾ സംസാരിക്കുന്നത്? പോസിറ്റീവാണോ നെഗറ്റീവാണോ? അത് ശരിക്കും അതെന്ത് ചെയ്യുക? പോസിറ്റീവ് തന്നെ ആക്കുക. ഈ ലോകം മുഴുവൻ തള്ളി പറഞ്ഞാലും നമ്മളുടെ ഒപ്പം നിൽക്കേണ്ടത് നമ്മൾ തന്നെയാണ്.
അവിടെ നമ്മളെ ആശ്വസിപ്പിച്ച്, നമുക്ക് സപ്പോർട്ട് കൊടുത്ത്, നമുക്ക് ഹെൽപ്പ് കൊടുത്ത് നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. എന്ത് കാര്യമാണെങ്കിലും ഓക്കെ, അതിനൊക്കെ പരിഹാരമുണ്ട്, സൊല്യൂഷനുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ ആശ്വസിപ്പിച്ച് നമ്മളെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അത് നമ്മുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിപ്പിക്കും. അപ്പൊ ഈ 5 ശീലങ്ങള് നിങ്ങൾ എല്ലാ ദിവസവും 30 ദിവസവും പ്രാക്ടീസ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസ് വർദ്ധിച്ചിരിക്കും. നമുക്ക് ഒന്നുകൂടി ആ ശീലങ്ങളിലൂടെ ഒന്ന് കടന്നു പോകാം. ഒന്നാമതായിട്ട് ചെറിയ ചെറിയ ലക്ഷ്യങ്ങൾ സെറ്റ് ചെയ്തുകൊണ്ട് അത് പൂർത്തീകരിക്കുക. സ്വയം കാണുക, മിറർ പ്രാക്ടീസിലൂടെ നിങ്ങളെ തന്നെ കാണുക. മൂന്നാമതായിട്ട് സെൽഫ് കമ്പാരിസൺ സ്റ്റോപ്പ് ചെയ്യുക. യുണീക് സോൾ ആണ്, യുണീക് ജേർണി ആണെന്ന് നമ്മളെ തന്നെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. നാലാമതായിട്ട് ദിവസവും ഒരു പുതിയ കാര്യമെങ്കിലും പഠിക്കുക. അഞ്ചാമതായിട്ട് പോസിറ്റീവ് സെൽഫ് ടോക്ക്. ചെറിയ ശീലങ്ങൾ വലിയ മാറ്റത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നു. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.